തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചു. 3 കുട്ടികൾക്ക് രോഗബാധ. രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 9 ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരത്ത് 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. തോന്നയ്ക്കൽ, പുത്തൻതോപ്പ്, ചാക്ക എന്നിവിടങ്ങളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. രോഗവ്യാപനം തടയാനും രോഗപകർച്ചയുടെ ഉറവിടം കണ്ടെത്താനും നടപടികൾ ആരംഭിച്ചു. പകർച്ചവ്യാധി ഭീതിയിലാണ് കേരളം. വയനാടിനും കൊല്ലത്തിനും പുറമെയാണ് തലസ്ഥാന നഗരിയിലും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വയനാട് കോളിയോടി മാർ ബസലിയോസ് സ്കൂളിൽ ഒരു കുട്ടിക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 9. 7 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട്. കൊല്ലം ജില്ലയിലെ പരവൂർ, പാലത്തറ മേഖലയിലെ 2 വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോടും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ജലവിതരണം തടസ്സപ്പെടും. തിരുവനന്തപുരം പരുത്തിപ്പാറ വയലിക്കട പാതയിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ 900 MMPS ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതിനാൽ തിരുവനന്തപുരം നഗരസഭയിലെ കഴക്കൂട്ടം, ചന്തവിള, കാട്ടായിക്കോണം, ശ്രീകാര്യം, ചെറുവയ്ക്കൽ, ചെല്ലമംഗലം, ചെമ്പഴന്തി, പൗടിക്കോണം, ഞാണ്ടൂർക്കോണം, സൈനിക് സ്കൂൾ, ചെങ്കോട്ടുകോണം, കാര്യവട്ടം, പാങ്ങാപ്പാറ, പള്ളിത്തുറ, ആറ്റിപ്ര, പൗണ്ട് കടവ്, ആക്കുളം, കുളത്തൂർ, ആലത്തറ, കുഴിവിള, കേശവദാസപുരം, ഇടവക്കോട്, പട്ടം, ഉള്ളൂർ, മുട്ടട വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം ജൂൺ 12, 13 തീയതികളിൽ പൂർണ്ണമായും, ജൂൺ 19 വെള്ളിയാഴ്ച വരെ ഭാഗികമായും തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പള്ളിമുക്ക് കണ്ണമൂല വൺവേ റോഡിൽ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരിയുടെ ഫിസിയോതെറാപ്പി ക്ലിനിക്കിലേക്ക് ഇന്നലെ രാത്രി നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി. ചുറ്റുമതിൽ തകർന്നു. ആളപായമില്ല. കേരള ഘടകം അഖിലതന്ത്രി പ്രചാരക് സഭ നിയുക്ത ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ മാധവൻ നമ്പൂതിരിക്ക് ജയകേസരി ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. മാസപ്പടി കേസിൽ ഇഡിക്ക് മുൻപാകെ വെള്ളിയാഴ്ച വീണ വിജയൻ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് വീണ ഇഡിക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ ഇഡിക്ക് കൈമാറാൻ ഒരുക്കണമെന്നും മെയിലിൽ വീണ അറിയിച്ചു. അഭിഭാഷകൻ ഹാജരായി രേഖകൾ കൈമാറുമെന്നാണ് വീണ ഇഡിയെ അറിയിച്ചത്. വീണയ്ക്ക് മറ്റൊരു ദിവസം അനുവദിക്കുമെന്ന് ഇഡി അറിയിച്ചു. പുതിയ സമൻസ് ഇഡി നൽകും. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇഡി നിർദ്ദേശം നൽകിയത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് തോട്ടുമുക്കിൽ 1.095 കിലോ കഞ്ചാവുമായി നെടുമങ്ങാട് പാണോട് കിഴക്കുംകര തോട്ടുമുക്ക് നൌഫൽ, കരിപ്പൂര് പുലിപ്പാറ, നരിച്ചിലോട് PR മൻസിലിൽ മുഹമ്മദ് റാഷിദ്, കരകുളം അയണിക്കാട് വടക്കേവിള നിലയ്ക്കൽ വീട്ടിൽ ശരത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമായ സലിം കുമാറിനെ തലസ്ഥാനത്തെ ബഹുമുഖ പ്രതിഭകൾ അനുസ്മരിച്ചു. പ്രേം നസീർ സുഹൃത്ത് സമിതിയാണ് 9-ന് തായ്നാട് ഹാളിൽ അനുസ്മരണം ഒരുക്കിയത്. ഫിലിം PRO അജയ് തുണ്ടത്തിൽ സലിം കുമാറിനെ കുറിച്ച് എഴുതിയ അനുസ്മരണ ഗാനം സംഗീതജ്ഞൻ ഡോക്ടർ വാഴാമുട്ടം ചന്ദ്രബാബു ഈണമിട്ട് ആലപിച്ചു. സംവിധായകൻ TS സുരേഷ് ബാബു ഓർമ്മകൾ പങ്കുവച്ചു. ചലച്ചിത്ര നടൻ അജിത് കൂത്താട്ടുകുളം ഉദ്ഘാടനം ചെയ്തു. സമിതി ഭാരവാഹികളായ തെക്കൻ സ്റ്റാർ ബാദുഷ, പനച്ചമൂട് ഷാജഹാൻ, നടന്മാരായ MR ഗോപകുമാർ, വഞ്ചൂർ പ്രവീൺ കുമാർ, സലീം കുമാറിനോടൊപ്പം 25 ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച അനിൽ ഗോപിനാഥ്, സാഹിത്യകാരൻ സബീർ തിരുമല, കോൺഗ്രസ് നേതാവ് പനച്ചമൂട് ദസ്തഗീർ, സംവിധായകരായ CV പ്രേംകുമാർ, നസീർ മണക്കാട്, അവതാരകൻ MH സുലൈമാൻ, ഡോക്ടർ ഗീത ഷാനവാസ്, ലതിക R നായർ, ഗോപൻ ശാസ്തമംഗലം, പ്രവാസി മലയാളികളായ സൈനുൽ അബ്ദീൻ, ഷംസ് അബ്ദീൻ, ഗായകരായ അലോഷ്യസ് പെരേര, KG കുമാർ, മാലിക് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കാട്ടാക്കട മംഗലയ്ക്കൽ വാഹനാപകടം. കാർ നിയന്ത്രണം വിട്ട് കടയുടെ തൂണുകൾ ഇടിച്ചു തകർത്തു. ഇന്ന് പുലർച്ചെയാണ് വാഹനാപകടമുണ്ടായത്. മംഗലയ്ക്കൽ മഹി ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ മേൽക്കൂരയും തൂണുകളുമാണ് തകർത്തത്. KL01 BM 5211 ആണ് കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ. കാറിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വിവരം. മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല.